കാനോന ഒരു നിയമവും 4-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഏൻഷ്യൻ്റ് ലോ ആണ് അത് ഈ പറഞ്ഞത്. യു സി പ്രൈമറി ദോസ് ഫോർ റിപ്പാർട്ടിങ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന അത് മോസ്റ്റ് നെസസറി വിയാറ്റിക്കും അത് അവർക്ക് ഒഴിവാകരുത്, അത് അവർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് കാനോനിൽ പറഞ്ഞിരിക്കുകയാണ് സൂരകദോസിൻ്റെ. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു വിഷയമായിരുന്നു എന്ന് പഠിച്ച ഡിസിപ്ലിനറി നോ. പള്ളി വികാരിച്ചും വളരെ ബോധപൂർവം ശ്രദ്ധിക്കണം. അച്ഛന് വൈദികനാണ് ഈ കൂദാശ നൽകേണ്ടത്. അപ്പോൾ അതിൽ അനാസ്ഥ അല്ലെങ്കിൽ അലംഭാവം പാടില്ല. വളരെ അത്യാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നാണ് ഈ പറഞ്ഞു വന്നതിന് ചുരുക്കം. ഓക്കെ, വീണ്ടും നെക്സ്റ്റ്. കാനൻ ലോ ഈസ് എ സേക്രഡ് സയൻസ് കോൾഡ് കാനോനിസ്റ്റിക്സ്. നമുക്കറിയാം, സിസ്റ്റം ഓഫ് ലോസ്, ലീഗൽ പ്രിൻസിപ്പിൾസ് enacted by competent exercise superiors. അപ്പോൾ എന്താണ് ഈ നിയമങ്ങൾ? എ സിസ്റ്റം ഓഫ് ലോസ് ആൻഡ് ലീഗൽ പ്രിൻസിപ്പിൾസ്, നിയമപരമായിട്ടുള്ള തത്വങ്ങൾ. അതൊക്കെ ആരാണ് തത്വങ്ങളൊക്കെ അതിന് ഉത്തരവാദി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള സഭാധികാരികൾ. വഴിയിൽ നടക്കുന്ന എല്ലാവർക്കും നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. യു സി, രൂപത മെത്രാനാണ് വൺ ഹു ഹാസ് കെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. അതല്ലെങ്കിൽ പിന്നെ സഭയുടെ പരമാധ്യക്ഷൻ, സുപ്രീം ലെജിസ്ലേറ്റർ, ഉത്തരവാദപ്പെട്ട ആൾ അവരൊക്കെയാണ്. അപ്പോൾ അധികാരികൾ വേണ്ട ആലോചനയും ചർച്ചയും പഠനവും ഗവേഷണമൊക്കെ നടത്തിയതിനു ശേഷം ആണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ബാധ്യസ്ഥരാണ്. കോമ്പിറ്റൻ്റ് എക്ലീസിയാസ്റ്റിക്കൽ സുപ്പീരിയേഴ്സ്, സഭാധികാരികൾ, അവരുടെ ആ നിയമങ്ങൾ നമ്മൾ അനുസരിച്ച് വിറ്റ് റെഗുലേറ്റ്സ് ചർച്ച് സെക്ഷൻ ഓർഗനൈസേഷൻ, ഇന്ത്യൻ ഗവൺമെൻറ്. അപ്പോൾ സഭാ സംവിധാനത്തിൻ്റെ നിയന്ത്രിക്കുന്ന, അതുപോലെ ആഭ്യന്തരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, ക്രമീകരിക്കുന്ന സംഭവങ്ങളാണ് കാനൂൺ. എയിംസ് ടു ഓർഡർ ഡയറക്റ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ കാത്തലിക് മിഷൻ ഓഫ് ദ ചർച്ച്. അപ്പോൾ കാനൂണിൻ്റെ ലക്ഷ്യം എന്താ? എയിംസ് ടു ഓർഡർ, ക്രമീകരിക്കുക, ഡയറക്റ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ കാത്തലിക്സ് ടുവേർഡ് മിഷൻ ഓഫ് ദ ചർച്ച്. ഇതെല്ലാം സഭയ്ക്ക് തനതായ ലക്ഷ്യമുണ്ട്. എന്താണ് സഭയുടെ തനതായ ലക്ഷ്യം? സഭയുടെ തനതായ ലക്ഷ്യം സഭ തന്നെ യേശു ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. യേശുവിൻ്റെ തന്നെ ദൗത്യം എന്തായിരുന്നു? എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളതാണ്. സമഗ്രമായ വിമോചനം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ യേശുനാഥൻ തൻ്റെ പിന്തുടർച്ചയായിട്ട് സഭ സ്ഥാപിച്ചു. അപ്പോൾ സഭയുടെ മിഷനും ഈ പറഞ്ഞ എല്ലാവരെയും രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ കാത്തലിക്സ്, എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ക്രിസ്ത്യാനികൾ ഉദാഹരണമായിട്ട് ഇതാ വ്യത്യസ്ത ജീവിതാവശ്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പുരോഹിതൻ പൗരോഹിത്യ ജീവിതാന്തസ്യൻ, സമർപ്പിതർ സന്യാസ ജീവിതാന്തസ്യൻ, വിവാഹിതർ വൈവാഹിക ജീവിതാവസ്ഥയിൽ. അതിന് വിവിധ ജീവിതാവസ്ഥയിൽ കഴിയുന്നവർ തങ്ങളുടെ ജീവിതാന്തസ്സിൻ്റെ കടമകൾ നിറവേറ്റിക്കൊണ്ട് ഈ ലോകത്തിൽ ദൈവം നിശ്ചയിക്കുന്ന കാര്യത്തോളം ജീവിച്ച് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി വർത്തിച്ച് ഈ ലോകത്തിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിത സാക്ഷ്യം നൽകി ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് പിന്നെ സ്വർഗ സൗഭാഗ്യം, നിത്യസമ്മാനം സ്വീകരിക്കാനായിട്ട് പ്രത്യേകമായി വിളിക്കപ്പെടുന്നു. സോ ദാറ്റ് അവർ ലക്ഷ്യം അതാണ്, ദ മിഷൻ ഓഫ് ദ ചർച്ച്. എല്ലാവരും ഈ ലോക ജീവിതമായ തീർത്ഥയാത്ര പൂർത്തീകരിച്ച് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് രക്ഷിക്കുക എന്നുള്ള സമുന്നതമായ ആ ലക്ഷ്യം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാ ഒരു ദൂരക്കാഴ്ച വേണം. ഞാൻ സെമിനാരിയിൽ മൈനസ് സെമിനാരിൽ ആയിരുന്ന കാലഘട്ടത്തിൽ ഇരിഞ്ഞാലക്കുട അവിടെയുള്ള സ്റ്റുഡൻസ് ഈ പിന്നെ സെമിനാരിക്കാരോട് ഞാൻ പറയും, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ വെക്കേഷൻ പോകുന്ന വീടിൻ്റെ കിഴക്കേ വശത്തുള്ള സിറ്റ് ഔട്ടിൽ നിന്ന് പിന്നെ നേരെ കിഴക്കോട്ട് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 കിലോമീറ്റർ അകലെയുള്ള വലിയ ചമ്പത്തെങ്ങിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഓലമടലിൻ്റെ അറ്റത്തുള്ള ഓലക്കാതിൻ്റെ തുമ്പത്തിരിക്കുന്ന കൊച്ചുറുമ്പിൻ്റെ ഇടത്തേ കണ്ണിലെ കൃഷ്ണമണി കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ കണ്ണ് അന്യൂനമാണ്, കുറ്റമറ്റതാണ്, നല്ല തെളിച്ചുണ്ടാകും. നടപ്പിലാകുമോ?
നിങ്ങൾ ചിരിച്ചു, നിങ്ങൾ പുച്ഛിച്ച് തള്ളി. അതിനെങ്ങനെ സാധിക്കുന്നത്? 3.5 കിലോമീറ്റർ അകലേക്ക് എത്തുന്നതിന് അതിനു മുമ്പ് എന്തെല്ലാം തടസ്സങ്ങളാണ്. വൃക്ഷലതാദികളും അതുപോലെ കെട്ടിടങ്ങളും ഇതൊക്കെ കഴിഞ്ഞങ്ങ് അറ്റത്തേക്കുള്ള തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കി പടിഞ്ഞാറേ വശത്തുള്ള ഓലമടലിൻ്റെ അറ്റത്തുള്ള ഓലക്കാതിൻ്റെ തുമ്പത്തിരിക്കുന്ന കൊച്ചുറുമ്പിൻ്റെ ഇടത്തെ കണ്ണിലെ കൃഷ്ണമണി കാണാൻ സാധ്യമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള തടസ്സങ്ങളല്ല നമ്മൾ കാണേണ്ടത്. തൊട്ടകലെയുള്ള അങ്ങ് അകലെ ദൂരെയുള്ള ലക്ഷ്യമായിരിക്കും നമ്മെ നയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിസ്ബണിൽ പോർച്ചുഗലിൽ ലോക യുവജന സമ്മേളനം നടന്നല്ലോ. അതിനൊരുക്കമായിരുന്ന ഈ സന്ദേശത്തിൽ മാർപ്പാപ്പ പറയുണ്ടായി യുവജനങ്ങളോട്, പ്രിയമുള്ളവരെ, നിങ്ങൾ യു മസ്റ്റ് ലിഫ്റ്റ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തണം. കണ്ണുകൾ ഉയർത്തി ഒന്ന് എത്തി വരിഞ്ഞ് നോക്കാനാണ്. എന്നതാ നോക്കുന്നേ? ദൂരെ ദൂരെ ദൂരെയുള്ള ചക്രവാളത്തിലേക്ക് എത്തി നോക്കണം. തൊട്ടടുത്തുള്ള മതിൽ കാണാനല്ല. തൊട്ടടുത്ത് തടസ്സമാണ്. ആ മതിലുകൾക്കപ്പുറത്തേക്ക് അങ്ങ് ദൂരെ അകലെയുള്ള ചക്രവാളത്തിലേക്ക് നിങ്ങൾ എത്തി നോക്കണം. എന്നിട്ട് നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം. എല്ലാവരെയും രക്ഷിക്കാൻ കരുണയുടെ മുഖവുമായി വചന സന്ദേശവുമായിട്ട് അമ്മയെപ്പോലെ കന്യാകുമാരി തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. കുന്നും മലയും കയറി കല്ലും മുള്ളും ചവിട്ടി കാടും പടലും കടന്ന് തിടുക്കത്തിൽ 20,000 മരണപ്രദേശിക്ക് യാത്ര പുറപ്പെട്ടു. അതുപോലെ ആയിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും കരുണയുടെ മുഖമായിട്ട് പോകുന്നത്. അമ്മ പോയത് ഉല്ലാസയാത്രയല്ല, മലമ്പുഴ ഡാം കാണാനല്ല. അമ്മ പോയത് ഇളയമ്മയെ സഹായിക്കാൻ, പരിചരിക്കാൻ, ശുശ്രൂഷിക്കാൻ 3 മാസം അവിടെ ചിലവഴിച്ചു. അപ്പോൾ കാരുണ്യത്തിൻ്റെ വലിയ ഒരു കാവലാൾ, ഒരു പ്രതിരൂപമാണ് അമ്മ. അമ്മയുടെ ഉദരത്തിൽ വചനമായ യേശുവാണ്. നമ്മൾ കൂദാശകൾ സ്വീകരിച്ച് വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് കാരുണ്യത്തിൻ്റെ മുഖവുമായിട്ട് പരസ്നേഹത്തിൻ്റെ വക്താക്കളായിട്ട് ജീവിക്കണം എന്ന് യുവജനങ്ങൾക്ക് മാർപ്പാപ്പ സന്ദേശം നൽകുകയായിരുന്നു. അപ്പോൾ അകലെയുള്ള ചക്രവാളത്തിലേക്ക് എത്തി നിൽക്കണം പറയുന്നത്. അപ്പോൾ ദൂരക്കാഴ്ചയൊക്കെ നമ്മുടെ കണ്ണ് തൊട്ടടുത്തുള്ളത് മാത്രം കാണാനില്ല, അകലെയുള്ളവരേക്ക് കണ്ണിൽ കണ്ണ് പായിക്കണം. മനസ്സിലായി? അപ്പോൾ ദ മിഷൻ ഓഫ് ദ ചർച്ച്, ഈ ലോകത്തിനപ്പുറത്തേക്കുള്ള ഒരു ലോകം, സ്വർഗലോകം. ഈ ലോക ജീവിതത്തിന് ശേഷം എ ലൈഫ് ആഫ്റ്റർ ലൈഫ്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നല്ല പറയുക. നമുക്ക് മരണമില്ല. നമ്മുടെ ജീവിതം, ഈ ലോക ജീവിതം, ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. എ ലൈഫ് ആഫ്റ്റർ ലൈഫ്. ദാറ്റ് ആഫ്റ്റർ ലൈഫ് ഈസ് സ്വർഗീയ ജീവിതം, സൗഭാഗ്യം. ആ ഒരു സൗഭാഗ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതാണ് ദാറ്റ്സ് എ മിഷൻ. ദ ഇറ്റേണൽ ലൈഫ്, നിത്യമായ ഒരു ജീവിതം. അതാണ് നമ്മുടെ മിഷൻ. അപ്പോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കാത്തലിക്സ് ആർ ഡയറക്റ്റഡ് ടുവേർഡ് ദാറ്റ് മിഷൻ ഓഫ് ദ ചർച്ച്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വരുന്നത് എന്താണ്? ദ മിഷൻ ഓഫ് ദ ചർച്ച്. ദെൻ CIC, കോദക്സ് യൂറിസ് കാനോനിക്ക്, നമ്മൾ കോഡിനെ കുറിച്ച് അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇല്ലേ? കോഡ് ഓഫ് കാനൻ ലോ, ഫസ്റ്റ് മോഡേൺ വെസ്റ്റ് ലീഗൽ സിസ്റ്റം, ഓൾഡസ്റ്റ് കണ്ടിന്യൂസ് കൺവെൻഷൻ ലീഗൽ സിസ്റ്റം ഇൻ ദ വെസ്റ്റ്. CC എന്ന് പറഞ്ഞാൽ കോദക്സ് കാനൻ എക്ലീസിയ ഓറിയന്റാലിയം, കോഡ് ഓഫ് കാനൻസ് ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ്, ഓറിയന്റൽ ചർച്ചസ്, unique tradition of Asian Catholic canon law governing the 23 individual particular churches of Euris. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. നമുക്ക് 2 നിയമസംഹിതകൾ. 1990 പൗരസ്ത്യ സഭകളിലേത്, 1983 ലത്തീൻ സഭയുടേത്. നമുക്ക് 23 സ്വയാധികാര വ്യക്തിഗത സഭകളുണ്ടെന്നാണ് ചർച്ച് സൂയി യൂരിസ് എന്ന് പറയും. അതിന് ചൂടെ പാട്രിമണി ഓഫ് ചർച്ച് കണ്ടോ? പാട്രിമണി ഓഫ് ചർച്ച്, പൈതൃകം. സൂയി യൂരിസ് എന്ന് ലത്തീൻ വാക്കാണ്. അത് നല്ലൊരു വാക്കാണ്, ലത്തീനാണ്. അർത്ഥം എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ഒരു ലത്തീൻ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നല്ലതാണ്. സൂയി യൂരിസ് എന്ന് പറഞ്ഞാൽ ഓൺ വൺസ് ഓൺ, അല്ലെങ്കിൽ ബൈ പ്രോപ്പർ റൈറ്റ്, ബൈ പ്രോപ്പർ റൈറ്റ്, RIGHT, അല്ലെങ്കിൽ
അതാണ് ഒരു ബൈ പ്രോപ്പർ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ്, വ്യക്തിഗതം, എൻ്റെ എൻ്റെ അവകാശം, സെൽഫ് ഗവേണിങ്, ഓട്ടോണമസ്, ഇൻഡിവിജ്വൽ, ആരും ഡിപ്പെൻഡ് ചെയ്യാതെ, ആശ്രയിക്കാതെ സ്വന്തം കാര്യം നിൽക്കാൻ ഒരു സെൽഫ് റൂൾ, സെൽഫ് ഗവേണിങ് എന്നൊക്കെ അർത്ഥം പറയുന്നത് സൂയി യൂരിസ്. അതൊരു ചർച്ചസ് സൂയി യൂരിസ്. നമുക്ക് 23 പ്രത്യേക സഭകളുണ്ടെന്ന് പറഞ്ഞല്ലോ. സീറോ മലബാർ സഭ, നമുക്ക് സീറോ മലബാർ സഭയ്ക്ക് പിന്നെ ഒരു പവിത്ര സഭ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു സെൽഫ് ഗവേണൻസ്, റൈറ്റ് ടു സെൽഫ് റൂൾ, സൂയി ബൈ പ്രോപ്പർ റൈറ്റ് നമ്മുടെ അവകാശമാണ്. അങ്ങനെ ഓരോ പൗരസ്ത്യ സഭയ്ക്കും ആ റൈറ്റിന്, അതാണ് സൂയ യൂരിസ് എന്ന് പറഞ്ഞാൽ സ്വതസിദ്ധമായ സ്വകീയമായിട്ടുള്ള ഒരു അവകാശം. സ്വർഗീയമല്ല, സ്വകീയം എന്ന് പറയും, തനതായ, അതെ, വ്യക്തിഗതം, സ്വയാധികാരം. കറക്റ്റ്. നമ്മൾ സ്വയാധികാര സഭ എന്ന് വിശേഷിപ്പിക്കാനുള്ള കൃത്യം പരിഭാഷ അതാണ്. ചർച്ച് സൂയൂരിസ് എന്ന് പറഞ്ഞാൽ സ്വയാധികാര സഭ. ചർച്ചസ് സൂയൂരിസ് എന്ന് പറഞ്ഞാൽ സ്വയാധികാര സഭകൾ. അങ്ങനെ 23 സഭകൾ കത്തോലിക്ക സഭ കൂട്ടായ്മയിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് വളരെ പ്രധാന 23 സ്വയാധികാര സഭകളുടെ പൊതു നിയമമാണ് CCEO, പൗരസ്ത്യ സഭകളിലെ പൊതു നിയമ സംഹിത എന്ന് പറയുന്നത്. പിന്നെ പാട്രിമണി ഓഫ് ചർച്ച്, അത് പൈതൃകം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു. പാട്രിമണി, പൈതൃകം, തിയോളജി, സ്പിരിച്വാലിറ്റി, ഡിസിപ്ലിൻ, ലിറ്റർജി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ചേർത്ത് അത് എങ്ങനെ ഒക്കെ വരുന്നു? ലോസ് ഓഫ് എക്യുമെനിക്കൽ കൗൺസിൽ, ലോക്കൽ സിനഡ്, ഫാദേഴ്സ് ഓഫ് ദ ചർച്ച്, ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് ഓഫ് ദ പേട്രിയാർച്ച്, സേക്രഡ് കാനൻസ്, ഏർലി ചർച്ച്, റെഗുലർ യൂറിസ്, നോം ഓഫ് ചർച്ച്, കാനോനിക്കൽ ഓർഡർ. അപ്പോൾ ആദിമസഭയിൽ ഒരു കാനോനിക്കൽ ഓർഡർ ഒരു ക്രമമാണ്. അപ്പോൾ ക്രമത്തെ തെറ്റിച്ചാൽ ക്രമരഹിതമായി അക്രമമായി, വയലേഷൻ, അപ്പോൾ ഡിസോർഡറായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോം ഓഫ് ചർച്ച്, സഭയുടെ നിയമം, സഭയുടെ റൂൾസ്, അത് ഒരു ക്രമം ഉണ്ടാക്കാൻ, ട്രാങ്ക്വിലിറ്റി ഓഫ് ഓർഡർ. അതായത് പറയാം. അപ്പോൾ ഈ ഡിസിപ്ലിൻ, ലോസ് ഓഫ് എക്യുമെനിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം നമുക്ക് സൂനകദോഷം, നിങ്ങളുടെ ചർച്ച ഹിസ്റ്ററി ക്ലാസ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ചർച്ച ഹിസ്റ്ററിയിൽ വരുന്ന കാര്യം കൂടിയാണ് എക്യുമെനിക്കൽ, സാർവത്രിക സൂനകദോസ്. അതിനൊരു ഉദാഹരണമാണ് 2-ാം വത്തിക്കാൻ സൂനകദോസ്. അതൊരു എക്യുമെനിക്കൽ എന്ന് പറഞ്ഞാൽ സാർവത്രിക സൂനകദോസാണ്. അതുപോലെ 7 സാർവത്രിക സൂനദോസുകൾ സഭയിലുണ്ടായിട്ടുണ്ട്. ആ 7 സാർവത്രിക സൂനദോസുകളിലൂടെ സഭയുടെ നിയമങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിലവിലുള്ള നമ്മുടെ സഭാ നിയമങ്ങളുടെ അടിസ്ഥാനം സാർവത്രിക സൂനദോസുകൾ രൂപപ്പെട്ടതും, പിന്നെ ലോക്കൽ സിനഡ്സ്, പ്രാദേശിക സൂനദോസുകളിലൂടെ വന്നതും, ഫാദേഴ്സ് ഓഫ് ദ ചർച്ച്, ആദ്യം സഭാപിതാക്കന്മാരിലൂടെ വന്നതും, പിന്നെ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് ഓഫ് പേട്രിയാർച്ച്, പാത്രിയാർക്കീസുമാരിലൂടെ വന്നിട്ടുള്ള നിയമ പിന്നെ പുസ്തകങ്ങളും, പിന്നെ അതിനൊക്കെയാണ് സേക്രഡ് കാനൻസ് എന്നാണ് പറയുക. സാർവത്രിക സൂനദോസുകൾ രൂപപ്പെട്ടതും, പ്രാദേശിക സിനഡുകളിലൂടെ രൂപപ്പെട്ടതും, സഭാപിതാക്കന്മാരിലൂടെ വന്നതും, പിന്നെ ചില പാത്രിയാർക്കീസുമാർ രൂപപ്പെടുത്തിയ പുസ്തകങ്ങളും, അതിലൂടെയൊക്കെ രൂപപ്പെട്ടു വന്ന നിയമങ്ങളെ സേക്രഡ് കാനൻസ്, പരിശുദ്ധ കാനോനുകൾ എന്നാണ് പറയുന്നത്. ആദിമസഭയിൽ അവയെ നോം ഓഫ് ചർച്ച്, റെഗുല യൂറിസിലെത്തിനാണ്. വീണ്ടും റെഗുല യൂറിസ് പറഞ്ഞാൽ നോം ഓഫ് ചർച്ച്, ഒരു സഭയുടെ നിയമം എന്നർത്ഥമുള്ളൂ. അത് ഉദ്ദേശിക്കുന്നതാണ് കാനോനിക്കൽ ഓർഡർ, ഒരു ക്രമവും ചിട്ടയും, അടുക്കും ചിട്ടയും അച്ചടക്കവും, ഒരു നോം ഓഫ് ബിഹേവിയർ, ഒരു റൂൾ ഓഫ് കോണ്ടക്റ്റ്, ഒരു പെരുമാറ്റ ചട്ടം ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെയാണ് നിയമത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള സംഗതി. അങ്ങനെയായിരിക്കും വയലേഷൻ ഓഫ് ലോ നെക്സ്റ്റ് ഈസ് എ ഡിസോർഡർ. നിയമം ലംഘിക്കുമ്പോൾ ഡിസോർഡറായി.
ആര് നിയമം തെറ്റിച്ചാലും ഇപ്പോൾ കുടുംബത്തിലൊരംഗമാണ്, സഭ ഒരു കുടുംബമാണ്, കുടുംബം ഒരു ഗാർഹിക സഭയാണ്. അപ്പോൾ ഗാർഹിക സഭയായ കുടുംബത്തിലോ അതോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൗലിശരീരമായ തിരുസഭയിലോ ഒരംഗം ഈ ക്രമങ്ങൾ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അനൈക്യവും അരാജകത്വമായി. എനിക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല, നമുക്കാർക്കും നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല. നമുക്കറിയാലോ, ഇപ്പോൾ ഒരു പൊതു സ്ഥലത്ത് വെച്ച് ഒരുത്തൻ റോട്ടിൽ വണ്ടി ഓടിച്ചപ്പോൾ ആ വണ്ടി അശ്രദ്ധമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ തട്ടി, ഞാൻ മറിഞ്ഞു വീണു. എൻ്റെ കയ്യിലും കാലിലും എല്ലാം കൂടെ മൊത്തത്തിൽ 8 ഒടിവുകൾ, അനങ്ങാൻ പറ്റുന്നില്ല. ഇവൻ വണ്ടി നിർത്താതെ ഓടിച്ച് മുന്നോട്ട് പോയി. നാട്ടുകാർ കണ്ടു, എന്നെ താങ്ങിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. CCTVയിൽ നിന്ന് ആ വണ്ടിയുടെ നമ്പർ പിടിച്ചു. പോലീസ് അവനെ കണ്ടെത്തി. വണ്ടി ഓടിച്ചു, വണ്ടി തട്ടി, ഒരാൾ വീണു, ഒരു റോഡ് ആക്സിഡൻറ്റ്, പരുക്ക് പറ്റി, ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. ഇതിപ്പോൾ അത്ര വലിയ സംഭവമാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമെന്നാ? അയാളാണെങ്കിൽ അതിനൊക്കെ വലിയൊരു അത്യാവശ്യ കാര്യത്തിന് പോകുന്നതാ. കാരണം ഇവിടെ നെഹെമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് റിലീജിയസ് സ്റ്റഡീസിൽ കൃത്യം 6 മണിക്ക് ക്ലാസ് ആരംഭിക്കും. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വണ്ടി ഓടിച്ച് വരുന്നത്. ഇവിടെ വരുമ്പോൾ നേരം വൈകി അച്ഛനെന്ത് ചോദിക്കും? അതിനുള്ള വണ്ടി തട്ടിയ ഒരാൾ വീണാ എത്ര ആൾക്കാർ റോഡിൽ മുഴുവൻ ഇതൊക്കെ അന്വേഷിക്കാൻ എനിക്കെവിടെ നേരം? എന്ത് പറയുന്നു സർ, ഡോക്ടർ ഷാജി സർ? വല്ല തെറ്റുണ്ടോ? ഇവിടെ സാറ് പറഞ്ഞു, മുൻ കൈക്കാരൻ സാറ് പറഞ്ഞു, ഒരു വലിയവന് ഉടനെ ആശുപത്രി കൊണ്ടുപോകണം. ചില നിയമങ്ങളൊക്കെ ഉണ്ട്, നിയമലംഘനം നടത്തിയിട്ടുണ്ട് അല്ലേ? ആ നിയമലംഘനം നടത്തിയപ്പോൾ കുറ്റവും ശിക്ഷയുമുണ്ട്, കോമ്പൻസേഷനുണ്ട്. കേസാകുമ്പോൾ ചില പ്രത്യേക തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും, ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് നാടിൻ്റെ സിവിൽ നിയമമാണത്. മനസ്സിലായ? നിയമലംഘനം എങ്ങനെ ഇയാൾ വണ്ടി ഓടിച്ചത്, പിന്നെ തെറ്റായിട്ട് വണ്ടി ഓടിച്ചത്, അത് CCTV മനസ്സിലായി. കാൽനടക്കാരൻ ഇടതുവശം കൂടിയല്ല വലതുവശം ചേർന്ന് റോഡിന് അരികത്തോട് കൂടി പോയി. വണ്ടിക്കാരൻ വാസ്തവത്തിൽ പിന്നെ പുറകിൽ കൂടെ വന്ന് ഇടിക്കേണ്ട യാതൊരു കാര്യമില്ല. അദ്ദേഹം ഇടതുവശം ചേർന്ന് പോകേണ്ട ആളല്ലേ? ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചു. ആ നിയമലംഘനത്തിന് അദ്ദേഹം പരിഹാരം ചെയ്യണം. അത് നിയമമാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം. അദ്ദേഹം കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ്. ജോലി ചെയ്യാൻ പറ്റില്ല. 6 മാസം കിടന്ന് നട്ടെല്ലിൻ്റെ 4 കശേരുകളും തകർന്നിരിക്കുക, 8 ഒടിവുകൾ, തലയ്ക്കാണെങ്കിൽ വലിയൊരു മുറിവ്, ഓർമ്മയില്ല, 10 ദിവസം കോമയിലാണ്. ഫുൾ സ്റ്റോപ്പല്ല, കോമയായിട്ടുള്ളൂ. ഇനി എത്ര നാൾ ഈ കിടക്കും? ആ കുടുംബത്തിന് കഴിയണ്ടേ? ഈ ചികിത്സയ്ക്ക് പണം എവിടെ നിന്ന് കണ്ടെത്തും? ഒരു സാധാരണ കുടുംബത്തിൽ അവരഭിമുഖീകരിക്കുന്ന അവരുടെ ആത്മസംഘർഷങ്ങൾ, വേദനകൾക്ക് ആരുത്തരം പറയും? പിടികിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങൾ. എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ വയലേഷൻ ഓഫ് ലോ ഈസ് എ ഡിസോർഡർ. അത് ട്രാഫിക് നിയമം മാത്രമല്ല, സഭാ നിയമങ്ങളും ലംഘിച്ചു കഴിഞ്ഞാൽ ആനുപാതികമായ ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കണം. മാതൃകാപരമായ രീതിയിൽ അത് മറ്റുള്ളവർക്ക് മാതൃകയാകണം. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്, അത് കുറ്റകരമാണ് എന്നൊരു ബോധ്യത്തിലേക്ക് വരണം. ഡിസിപ്ലിനറി നോംസ്, റൂൾസ് ഓഫ് കോണ്ടക്ട്, അച്ചടക്ക നിയമങ്ങൾ, പെരുമാറ്റ ചട്ടങ്ങൾ എല്ലാം ഉണ്ട്. ജെറൂസലം കൗൺസിൽ AD 50 directives, provisions, regulations of councils, pastors, they came to be called canons, rule of conduct or pattern or standard of Christian behavior. കത്തോലിക്ക സഭയിൽ ക്രിസ്ത്യാനികളുടെ സഭാപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ പെരുമാറ്റച്ചട്ടങ്ങളും അച്ചടക്കം, അതിനുള്ള ക്രമങ്ങളും രീതികളും എല്ലാം കൃത്യമായിട്ട് പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പറയുമ്പോൾ ദ സുപ്രീം പോണ്ടിഫ്, പരമാധികാരിയായ റോമ മാർപ്പാപ്പ, പരമാധ്യക്ഷൻ
possesses the totality of fullness of legislative, executive, and judicial power in his person, or by the college of bishops in communion with the supreme pontiff. അപ്പോൾ ഇങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത് സർക്കാരല്ല, സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് എക്യുമെനിക്കൽ കൗൺസിൽ കമ്മ്യൂണിയൻ വിത്ത് ദ ബിഷപ്സ്, കോളേജ് ഓഫ് ബിഷപ്സ്. When Pope John Paul II, Marpapa, promulgated the Code of Canon Law and the Code of Canons of Eastern Churches. രണ്ട് പാശ്ചാത്യ സഭയ്ക്കും പരിസഭകൾക്കും വേണ്ടി ഈ നിയമങ്ങൾ എല്ലാം നിർമ്മിച്ചു. ഇനി അത് പൊതു നിയമങ്ങളാണ്. താഴേക്ക് വരുന്നു പർട്ടിക്കുലർ ലോസ്. നമ്മൾ ചെറുതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പർട്ടിക്കുലർ ലോസ് ഡിറൈവ് ഫോർമൽ അതോറിറ്റി ഫ്രം പ്രൊമുൾഗേഷൻ ബൈ ലെജിസ്ലേറ്റർ ഇൻഫീരിയർ ടു ദ സുപ്രീം ലെജിസ്ലേറ്റർ. Common law the legislator, the supreme legislator, supreme pontiff മാർപ്പാപ്പ. Then particular law, പ്രത്യേക നിയമങ്ങൾ legislator, inferior legislator, inferior to the Roman pontiff. അപ്പോൾ അത് പലതരത്തിൽ പേട്രിയാർക്കൽ സഭകളാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പാത്രിയാർക്കൽ സഭകൾ ഏതൊക്കെയാണെന്ന് ക്ലാസ്സിൽ പറഞ്ഞില്ലേ? പേട്രിയാർക്കൽ ചർച്ചസ്. അപ്പോൾ അതിൽ സിനഡ് ഓഫ് ബിഷപ്സ് എക്സസൈസസ് ദ ലെജിസ്ലേറ്റീവ് അതോറിറ്റി. The patriarch promulgates the laws enacted by the Synod of Bishops. ആരാണ് നിയമം ഉണ്ടാക്കുന്നത്? സീറോ മലബാർ സഭയിലാണെങ്കിൽ സീറോ മലബാർ സഭയിലെ സിനഡ് ഓഫ് ബിഷപ്സ് ആണ്. അപ്പോൾ സിനഡ് ഓഫ് ബിഷപ്സ് മേജർ ആർച്ച് ബിഷപ്സ് ഹെഡ്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ സിനഡ് ഓഫ് മെത്രാന്മാരുടെ സിനഡ് ഉണ്ടാക്കിയ ആ നിയമങ്ങൾ സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ പാത്രിയാർക്കീസ് അത് വിളംബരം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയാണ് പാർട്ടിക്കുലർ ലോ ഉണ്ടാകുന്നത്. നമ്മുടെ സീറോ മലബാർ സഭയിൽ അങ്ങനെ 2003 പാർട്ടിക്കുലർ ലോ ഉണ്ടായി. 20 കൊല്ലമായി. ഇപ്പോൾ അത് റിവിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. പരിഷ്കരണം, ആരോചിതമായിട്ടുള്ള പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ യൂണിഫോം സിവിൽ കോഡിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിയമവും കാനനിയമവും കാലോചിതമായി പരിഷ്കരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ യുസി enacted by the Synod of Bishops, എത്തിപ്പോയി യൂണിഫോം സിവിൽ കോഡ്. ഒരു രാജ്യം ഒരു നിയമം. ഇപ്പോൾ ഓർക്കുക, 23 സഭകൾ പൗരസഭ കൂട്ടം. പക്ഷേ ഇന്ത്യയിൽ ഒരു ലത്തീൻ സഭയും സീറോ മലബാർ സഭയും മലങ്കര കത്തോലിക്ക സഭയുണ്ട്. 3 സ്വയാധികാര സഭകളുണ്ട്. കത്തോലിക്ക സഭകൾ, അകത്തോലിക്ക, ഓർത്തഡോക്സും എത്രയോ അകത്തോലിക്ക സഭകളാണ് ഇന്ത്യ മഹാരാജ്യത്ത്. പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഒട്ടനേകം. അപ്പോൾ ക്രിസ്ത്യാനികളുടെ തന്നെ അവാന്തര വിഭാഗങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ അത് ക്രിസ്ത്യൻ സമുദായം. ഇനി നമുക്കത് കൂടാതെ ഹൈന്ദവരിലേക്ക് കടക്കുക, ഹിന്ദു സമുദായം, കാസ്റ്റ്. അതിനെന്ത് പറയാം മലയാളത്തിൽ? ജാതികളും ഉപജാതികളും. ജാതിക്കല്ല കേട്ടാ. ജാതികളും ഉപജാതികളും വർണ്ണങ്ങളും ആദിവാസികളും മലയോര പ്രദേശത്ത് വസിക്കുന്നവരും ഗിരിവർഗക്കാരും. ഇപ്പോൾ വേറെയും ആളുകൾ കുറേ ഉണ്ട് കേട്ടാ. LGBT എന്നും പറഞ്ഞൊരു വകുപ്പ് കേട്ടില്ലേ? അവരും ഇന്ത്യക്കാരാണ്. അവർക്കും അവരുടേതായ നിയമങ്ങൾ വേണ്ടേ? അവരും കൂടി ഉൾക്കൊള്ളണ്ടേ? ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സമുദായത്തിൻ്റെയോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ നിയമങ്ങളല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ 140 കോടി വരുന്ന ഓരോ പൗരനും, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കൂടാതെ, ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ, സ്വവർഗ അനുരാഗികൾ ഉൾപ്പെടെ ഏത് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഉള്ളവരായിരുന്നാലും എല്ലാവരും ഈ നാട്ടിലെ പൗരന്മാരാണ്. അവരെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കുടക്കീഴിൽ കൊണ്ടുവരാവുന്ന ഒരു രാജ്യത്തിനോട് നിയമം എന്നുള്ള ആ സങ്കല്പം, അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. യൂണിഫോം സിവിൽ കോഡ് ഇവിടെ പറയുന്നത് എന്താണ്? ഇതിങ്ങനെ പറയാനുള്ളൊരു കാരണം,
ഭരണഘടനയിൽ 44-ാം ആർട്ടിക്കിളിൽ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് throughout the territory of India, part of directive principles of state policy. Court cannot enforce it. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 44-ാമത്തെ ആർട്ടിക്കിളിൽ ആണ് ഈ കാര്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സ്റ്റേറ്റ് യത്നിക്കണം, പരിശ്രമിക്കുന്ന പറഞ്ഞിരിക്കുന്ന ഓൾ ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ഷാൽ എൻഡവർ, പരിശ്രമിക്കുക, യത്നിക്കുക. അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ഡിറക്റ്റീവ്, നിർദ്ദേശക തത്വങ്ങളെ പഠിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രത്തിൻ്റെ നയ രൂപീകരണത്തിൽ ഒരു ഏകീകൃത സിവിൽ കോഡ് കൂടെ ഉണ്ടാകാൻ സ്റ്റേറ്റ്, രാഷ്ട്രം ശ്രദ്ധിക്കണം, അതിന് പരിശ്രമിക്കണം. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശക തത്വം, ഒരു പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് സ്റ്റേറ്റ് കനോട്ട് എൻഫോഴ്സ് ഇറ്റ്. കോർട്ട് കനോട്ട് എൻഫോഴ്സ് ഇറ്റ്. കോടതികൾക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. കോടതികൾക്ക് കൃത്യമായിട്ട് നിയമം ഉണ്ടാകണം. ആ നിയമം ലംഘിച്ചവർക്ക് എതിരെയാണ് കോടതിക്ക് വിധി പ്രസ്താവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിയമമായിട്ടില്ല. ഒരു തത്വം, ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശക തത്വം മാത്രമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് ഒരു വീട്ടിൽ 2 നിയമം വരുമ്പോൾ ഒരു നിയമം പാടുള്ളൂ. ഇത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ കവല പ്രസംഗത്തിൽ പറയേണ്ട കാര്യമാണ്. വളരെ ഗൗരവമായ ഈ കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പാർലമെൻറ്റിലോ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നിയമ സമിതികളിലോ ആണിത് അവതരിപ്പിക്കേണ്ടത്. ഒരു കവല പ്രസംഗത്തിൽ, ഒരു മൈതാന പ്രസംഗത്തിലാണ് ഈ ഇതെല്ലാം നടപ്പിലാക്കണം എന്ന് അത് സുപ്രീം കോടതി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് വഴിയോരത്ത് പറയേണ്ട കാര്യമാണ്. ഉത്തരവാദപ്പെട്ട ഒരു നിർദ്ദേശമാണത്. ഒരു ഭരണാധികാരിക്ക് ചേർന്ന രീതിയിലാണ്. അത് വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഒന്നാമത്തെ മുൻഗണന കൊടുക്കേണ്ടത് ഈ ആർട്ടിക്കിളിനല്ല. 41-ാമത്തെ ആർട്ടിക്കിൾ കണ്ടോ? വെൽഫെയർ ഓഫ് ഫാർമേഴ്സ്, കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി മുൻഗണന കൊടുക്കണം. അവിടെ കർഷകർ പാർലമെൻറ്റ് വളഞ്ഞതും മാസങ്ങളോളം അവർ അവിടെ സമരം ചെയ്തതും ശരിക്കും വെള്ളം കുടിപ്പിച്ചില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ. അപ്പോൾ കാർഷിക രക്ഷ, നാടിൻ്റെ സുരക്ഷ. നാം ഇന്ന് ഒരു ഒരു ധനാഢ്യനായ മനുഷ്യൻ്റെ മേശയിൽ അവർ ഉച്ചഭക്ഷണം 60 രൂപ കൊടുത്ത് വാങ്ങി അരി ഭക്ഷണം കഴിക്കണമെങ്കിൽ എത്രയോ കരങ്ങളിലൂടെ വേർപ്പ് ചിന്തി കഠിനാധ്വാനം ചെയ്ത് ആയിട്ടാണ് ഊട്ടുമേശയിൽ ഈ ഭക്ഷണം, ചോറ് വരുന്നത്. ഓർക്കും. അവരെ കൂടെ സംരക്ഷിക്കാൻ, അവരുടെ ആവരാധികൾ കേൾക്കാൻ, അവരുടെ പ്രതിസന്ധികളെ പരിഹരിക്കാനായിട്ട് ഈ സർക്കാർ എന്ത് ചെയ്യുന്നു? അപ്പോൾ അതിന് മുന്നിൽ കൊടുത്തിട്ടില്ല. 45 നാട്ടിലെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ പ്രതിസന്ധികൾ. 47 പബ്ലിക് ഹെൽത്ത്, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞല്ലോ. കേരളത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, അപ്പോൾ രാജ്യം പോട്ടെ എത്രയോ വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് പുറമെ ആർട്ടിക്കിൾസ് 371A(G) പ്രൊവൈഡ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് ദ നോർത്ത് ഈസ്റ്റ് പ്രൊട്ടക്ഷൻ. ഭരണഘടന നൽകുന്ന ഒരു സംരക്ഷണമാണ്. എവിടെ? ഗോത്രവർഗക്കാർ, വളരെ പ്രത്യേകമായിട്ട് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ എന്തൊക്കെയാണത്? മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ. ഇതൊക്കെ ഇവിടെ 7 സുന്ദരികളെന്നാണ് അവരറിയപ്പെടുന്നത്. അതിലേറ്റവും വലിയ സുന്ദരി മണിപ്പൂരാണ്. ഇപ്പോൾ മണിപ്പൂരിൻ്റെ അവസ്ഥ എന്തായി? ഇപ്പോഴും കലാപത്തിൻ്റെ തീ കെട്ടടങ്ങിയിട്ടില്ല. അവിശ്വാസ പ്രമേയമൊക്കെ തള്ളിപ്പോയി. എങ്കിലും പ്രധാനമന്ത്രി ഒരു മറുപടി പറഞ്ഞു. 2 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ വെറും 10 മിനിറ്റ് സമയം മാത്രം മണിപ്പൂരിന് വേണ്ടി പ്രസംഗിക്കുകയും ബാക്കിയുള്ള സമയം മുഴുവൻ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ വരാനിരിക്കുന്ന മറ്റ് കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു കാര്യങ്ങൾ? യാഥാർത്ഥ്യ ബോധത്തോടെ, ഗ്രൗണ്ട് റിയാലിറ്റീസ് ഇന്ന് അത് മനസ്സിലാക്കാനായിട്ടുള്ള
പരിശ്രമം വരുന്നില്ല. അപ്പോൾ ഗോത്രവർഗക്കാർക്ക് ഭരണഘടന നിഷ്കർഷിച്ചിരിക്കുന്ന നൽകിയിരിക്കുന്ന ആ സംരക്ഷണം അത് പ്രദാനം ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അപ്പോൾ അവരിതിൽ ഒഴിവാക്കാൻ പറ്റുമോ? ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഇത് ഒഴിവാക്കാൻ നമുക്ക് പറ്റുമോ? വീണ്ടും ആർട്ടിക്കിൾ 370 റൈറ്റ് ടു പേഴ്സണൽ ലോസ് ഈസ് സേഫ് ഗാർഡഡ്. വ്യക്തി നിയമങ്ങൾ സംരക്ഷിക്കപ്പെടണം. കത്തോലിക്കലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാനൂൻ നിയമം നമ്മുടെ വ്യക്തി നിയമമാണ്. പരിശുദ്ധ മാർപ്പാപ്പ അംഗീകരിച്ച് വിളംബരം ചെയ്ത് പ്രസിദ്ധീകരിച്ച പൊതു നിയമ സംഹിത അത് കാലോചിതമായി പരിഷ്കരിച്ച് നടപ്പിലായിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ വ്യക്തി നിയമം. അതിൽ സഭാജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അങ്ങനെ ഇരിക്കെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് opposes UCC, Uniform Civil Code, because it appears that the proposed Uniform Civil Code would undermine Muslim identity. അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നറിയില്ല. കേരളത്തിൽ ഒരു ഷുക്കൂർ ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. ഷീല ഷുക്കൂറും സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി വീണ്ടും കല്യാണം കഴിച്ചു. അവർ ശരീഅത്ത് നിയമം അനുസരിച്ച് കല്യാണം കഴിച്ച മുസ്ലിങ്ങളല്ലേ. ശരീഅത്ത് റിലീജിയസ് ലോ പ്രകാരം അവർ വിവാഹിതർ ആയെങ്കിലും സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി അവർ വീണ്ടും വിവാഹം ചെയ്തു. എന്താ കാരണം എന്നറിയാമോ? അവർക്ക് ഒരുപാട് സ്വത്തുണ്ട്. അവർക്ക് 3 പെൺമക്കളാണ്. ശരീഅത്ത് നിയമപ്രകാരം ഈ പെൺമക്കൾക്ക് ന്യായമായുള്ള അവകാശങ്ങൾ കിട്ടുകയില്ല, അവകാശമില്ല. അന്ന് സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി ആണെങ്കിൽ ഈ പെൺമക്കൾക്ക് തുല്യമായ അവകാശമുണ്ട്. ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, പെൺമക്കളെ വഴിയാധാരമാക്കാതിരിക്കാൻ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് വഴി അവർ പുനർവിവാഹം ചെയ്തത്. മറ്റൊന്ന്, സർക്കാർ ജീവനക്കാർക്ക് റൂൾസ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, പെരുമാറ്റച്ചട്ടങ്ങൾ. അപ്പോൾ ഒരു മുസ്ലിം റിലീജിയസ് നിയമം എന്താണ്? അവർക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരാകാം. ശരീഅത്ത് പ്രകാരം ഒന്നിൽ കൂടുതൽ ഭാര്യമാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യന് ബഹുഭാര്യത്വം ആണ് എങ്കിൽ അതിൻ്റെ പേരിൽ സർക്കാർ ജീവനക്കാരൻ എന്നുള്ള ആ ജോലി നഷ്ടപ്പെടും. ഇത് എന്ത് ചെയ്യണം? ശരീഅത്ത് നിയമം പാലിക്കണോ, സർക്കാരിൻ്റെ നിയമം പാലിക്കണോ? ജോലി നഷ്ടപ്പെടുത്തണോ? എന്താ സാറെന്ത് പറയുന്നു? ജോലിയിൽ തുടരണമെങ്കിൽ ബഹുഭാര്യത്വം പാടില്ല. ശരീഅത്തും മതനിയമങ്ങളും അവരുടെ മതനിയമം അതാണെങ്കിലും അത് ഉപേക്ഷിച്ചുകൊണ്ട് ഈ ജോലി ഉണ്ടെങ്കിലാണ് കുടുംബത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഭാര്യയ്ക്കും മക്കൾക്കും അവരുടെ ഭക്ഷണം, വസ്ത്രം, താമസം, ചികിത്സ, വിദ്യാഭ്യാസം, ഭവനം, എല്ലാ കാര്യങ്ങൾക്കും പണം വേണ്ടേ? കുടുംബനാഥന് ജോലിയില്ലാതെ വന്ന് എന്നാ ചെയ്യും? അപ്പോൾ കേരളത്തിൽ എങ്ങനെ നടപ്പിലാകും മുസ്ലിം നിയമം? വലിയൊരു പ്രതിസന്ധിയാണ്. മനസ്സിലായോ? പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്വാലിറ്റി, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. പൊതുവായിട്ട് പറഞ്ഞാൽ ഈ യൂണിഫോം സിവിൽ കോഡിൽ പലപ്പോഴും പ്രതിസന്ധിയിലായിരിക്കുന്ന 3 തത്വങ്ങൾ. എക്വാലിറ്റി, എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിലുള്ള വിവേചനങ്ങൾ, ഹിന്ദു സമുദായത്തിലുള്ള അസമത്വങ്ങൾ, നീതികേടുകൾ ഹിന്ദു സമുദായത്തിലും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പറയുക, ഞങ്ങൾക്ക് പിന്നെ ധർമ്മശാസ്ത്ര നിയമം അനുസരിച്ചുള്ള സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുള്ള ധർമ്മശാസ്ത്രം. ഇവിടെ മുസ്ലിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഖുറാനിലെ നിയമങ്ങൾ, അവരുടെ മതനിയമങ്ങളൊക്കെ പാലിച്ചു വരുമ്പോൾ ഇവിടെ ഏകീകൃത സിവിൽ കോഡ് എങ്ങനെ നടക്കും? അപ്പോൾ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളുടെയും സമൂഹങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളും ദ കസ്റ്റമറി ലോസ് ആൻഡ് പ്രാക്ടീസസ് അത് നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു യൂണിഫോം സിവിൽ കോഡെ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും
21 ലോക മടുത്ത. ഓൾ സ്റ്റാൻഡ്. ഒന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സമയം എത്രയായി? 6:30 മണിയായി. 5-ന് തുടങ്ങിയതാ. ഒരു ബ്രേക്കങ്ങ് ആയാലോ? ഒരു 5 വയസ്സിൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒന്ന് ദീർഘശ്വാസം വിടാനും ഒന്ന് ഒരല്പം വ്യായാമം. അല്ലെങ്കിൽ മനുഷ്യന് ഇരുന്നിരുപ്പായി കഴിഞ്ഞാൽ ചെതൽപ്പുറ്റ് വരും, വാൽമീകിയാവും. ഒരു മനുഷ്യന് ജീവിതം വലിയ പ്രയാസമുണ്ടാകും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എത്ര ഊർജ്ജസ്വലമായിട്ടാണ്